ഹലോ, ഗുഡ് മോർണിംഗ്. വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളായില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് പ്രശ്നങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെ, പിന്നെ സമയമില്ലായെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്ന് ലൈവ് ഇടലില്ല കേട്ടോ. പിന്നെ 15 ദിവസമായി ജലദോഷം, തുമ്മലും, ഇടക്കിടക്ക് പനിയും, മാറാത്ത ചുമയും. രണ്ടു വാക്ക് സംസാരിക്കാനൊന്നും പറ്റുണ്ടായില്ല. അപ്പോഴത്തേനും ചുമ. പിന്നെ കുട്ടികൾ ആ ദിവസം ഉണ്ടായിരുന്നു, ഫോണ് കിട്ടാത്ത ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ. ചുമ എപ്പോഴും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. 2-3 ദിവസമായി ഉണ്ടായി. തലയൊക്കെ ഒന്ന് കഴുകാനിട്ട്, അപ്പോൾ ഒന്ന് തലയൊക്കെ ഒന്ന് കഴുകി നോക്കിയിട്ടുണ്ട്. ഇനി കൂടുകയോ കുറയോ എന്താണെന്ന് അറിയാൻ പറ്റില്ല. മാറിയിട്ടൊന്നും ഇല്ല. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുകയോ കുറയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് തല നനച്ച് കുളിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നബിദിനും ഓണമൊക്കെ അല്ലേ, എല്ലാവർക്കും ഒരു ആശംസകളൊക്കെ ഒന്ന് പറയണ്ടേന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. സംസാരിക്കാൻ വയ്യ, അങ്ങനെ ശ്വാസം മുട്ടണ പോലെ ഉണ്ട് കേട്ടോ. ശ്വാസം മുട്ട് അങ്ങനെയല്ല, നമുക്ക് സാധാരണ ആൾക്കാർക്ക് ശ്വാസം മുട്ടുണ്ടാവില്ല, അതുപോലെയല്ല. അത് ഇങ്ങനെ മൂക്കടഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ജലദോഷം കൊണ്ടുള്ള ചുമയും കഫക്കെട്ടൊക്കെ കാരണമുള്ള ശ്വാസം മുട്ടാണ്. അതപ്പോൾ അത് കഫക്കെട്ടൊക്കെ മാറുമ്പോൾ അത് മാറിക്കോളും. സംസാരിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർമാർക്കൊക്കെ അൺസബ് ചെയ്ത് പോയി തുടങ്ങി, എൻ്റെ വീഡിയോ ഒന്നും കാണാനിട്ടോ. അപ്പം എന്തായാലും ഈ 2-3 പൊട്ടത്തരം പറയണതൊക്കെ ഇങ്ങനെ ഒന്ന് കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരല്ലേ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും എല്ലാവർക്കും നബിദിനാശംസകൾ ആൻഡ് ഓണാശംസകൾ ഇടാം. എൻ്റെ സബ്സ്ക്രൈബർമാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും. പിന്നെ നബിദിനത്തിൻ്റെ റാലി ഇവിടെ അടുത്ത് തന്നെ മുറ്റത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആരെന്ന് പിന്നെ വീഡിയോ എടുക്കാതിട്ട് അങ്ങനെ പോയി നോക്കി. അപ്പം നോക്കുമ്പോൾ മഴ കാരണം മദ്രസയിൽ നിന്ന് അവർ ഇറങ്ങിയിട്ടില്ല. മഴ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ ഉണ്ട്. അപ്പം മഴ കാരണം അവർ മദ്രസയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം മദ്രസയിൽ നിന്നാണ് പ്രസംഗം കേൾക്കണത്. ഞാൻ വിചാരിച്ച് പഠിക്കുന്നത് കേൾക്കുന്നത്. അപ്പം മദ്രസ അടുത്ത് തന്നെയാണ്. ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ കേൾക്കുന്നുണ്ടാവും. മദ്രസയിൽ നിന്നുള്ള പ്രസംഗം, അവരുടെ ദ്വായൊക്കെ കേൾക്കുന്നുണ്ടാവും. കൊടിയേറ്റം നടക്കുന്നുണ്ട്. മദ്രസയ്ക്ക് അല്ലെങ്കിൽ പോവാറില്ല. മദ്രസയ്ക്ക് പോവാത്ത എന്താണെന്ന് വെച്ചാൽ, മദ്രസയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് ഡോറ് കടന്നു പോകണം. മദ്രസയുടെ ഉള്ളിൽ നമ്മൾ ആണുങ്ങളൊക്കെ വന്ന് നിരക്കണേൻ്റെ മുന്നേ തന്നെ ചേറിയിട്ട് മദ്രസയുടെ ക്ലാസ് റൂമുകളിൽ പോയി ഇരിക്കണം. എന്നാലേ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അങ്ങോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ കൂടെ കടക്കണവരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പോവില്ല. ഒരു ബാക്കിലൊരു ഡോർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് പിന്നെ അടച്ചിക്കണം. അവിടെ ഒരു ബാത്റൂമൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതൊക്കെ മാറ്റി തോന്നുന്നു. അപ്പോൾ അവന് ആ ഡോറും അടച്ചിക്കണം. അപ്പോൾ ഇപ്പോൾ മദ്രസയ്ക്ക് നമുക്ക് എന്തെങ്കിലും വയൽ പരിപാടി, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ തന്നെ കടന്നു പോകണം, ഗേറ്റ് കടന്ന് പോകണം. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ പോയിട്ടില്ല അങ്ങോട്ട്. പിന്നെ എനിക്ക് വയ്യാത്തത് കൊണ്ടും, പിന്നെ മഴ ഇങ്ങനെ കുറച്ച് ചാറുന്നുണ്ട്. അവിടെ പോയ മഴ ഒന്നും കൊള്ളില്ല, പക്ഷെ അങ്ങോട്ട് പോവണ്ടേ, അത് കാരണം പോയില്ല. അപ്പം ഈ വഴി കൂടെ പോകുമ്പോഴേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അവിടെ പോയി നിൽക്കണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് നബിദിനാശംസകളും ഓണാശംസകളൊക്കെ പറഞ്ഞ് പോവാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം എൻ്റെ ഇന്ന് ലോങ് വീഡിയോ ഒന്നും ഇല്ല. പിന്നെ ഒരു വീട്ടിലൊരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാം. പിന്നെ റാലി കാണാൻ പറ്റുകയാണെങ്കിൽ റാലിയും കാണിക്കട്ടോ. അപ്പം എൻ്റെ വോയിസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ റാലി കാണുന്നത് അവിടെ ദഫ്മുട്ടും കളികളൊക്കെ ഉണ്ടാവും. ദഫ്മുട്ടും കോൽക്കളിയും എല്ലാം ഉണ്ടാവും. സ്കൗട്ട് അതൊക്കെ കാണാനൊരു രസമല്ലല്ലേ കുട്ടികളിങ്ങനെ. പണ്ടും അത് കുട്ടികളെ പരിപാടി കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊക്കെ പോയി ഇരുന്നിട്ട് അതങ്ങനെ പിന്നെ കഴിയോളം കണ്ടിരിക്കാനുള്ളൊരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു 5-6 കൊല്ലം വെച്ചിട്ട് ഞാൻ പരിപാടികൾക്കൊന്നും പോകലില്ല. നബിദിന പരിപാടി കാണാൻ, കുട്ടികളുടെ രാത്രിയുള്ള പരിപാടി കാണാൻ പോകലില്ല. സ്കൂൾ പരിപാടി ഒന്നും ഇപ്പോൾ കാണാൻ പോകില്ല.
ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷെ അവിടെ ഇരിക്കാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പോവലില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ ആൻഡ് നബിദിനാശംസകൾ. ഓക്കെ, ബൈ, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പം റാലിയൊക്കെ കാണിക്കാട്ടോ. ഉപ്പിന്റെ കൊട്ടാരങ്ങളിലേക്ക് കുട്ടി കുട്ടി കയറുന്ന പ്രസ്മരണത്തിന്റെയും റോസും ചെമ്പരത്തിയും മല്ലയും തുമ്പയും മുല്ലയും പണിയും ചെമ്പകവും അങ്ങനെ അഴകിലിരിഞ്ഞ പൂക്കൾ ഉയർത്തിപ്പിടിച്ച് ഭൂവിതരം മഞ്ചുള്ള പിഞ്ചാം ബാല്യങ്ങൾ മദീന പൂന്തോപ്പില അസറുല തങ്ങളുടെ ജന്മദിനത്തിന് സ്വാഗതമൊരുക്കുന്ന പ്രൊഷോയുടെയും നെവിയിലും വരിയിലും ചുവടിലും ഒരുക്കത്തിലും പിടക്കാത്ത ചിട്ടയോടെ മുന്നേറുന്ന സ്കൗട്ട് പരേഡിന്റെയും പ്രൗഢമായ അകമ്പടിയോടെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നു വരുന്നത് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ഭൂമിയും മാമരങ്ങളും മാടപ്രാവുകളും കല്ലും പുലിക്കൊടിയും എന്തിനധികം മദീന എന്ന നാമം പോലും ലഹരിയാണ്. തലയും തലച്ചോറും ദ്രവിച്ചു പോകുന്ന കുടിച്ചും വലിച്ചും തീർത്ത് പെറ്റമ്മയുടെ മാറിലേക്ക് കടാര കുത്തികിറക്കുന്ന പൈശാചിക ജന്മങ്ങളെ നിങ്ങൾക്കറിയാത്തൊരു മസ്തുണ്ട്. അത് മദീനയിലെ മാണിക്യ കൊട്ടാരത്തിലെ രാജാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയത്തിന്റെ ലഹരിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വെള്ളത്തിൽ വെള്ളാക്കാട് നൂറിൽ ജനങ്ങൾക്ക് 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഔകയെ വെളിച്ചത്തിന്റെ നൂറെ തിളക്കത്തിന്റെ രുചൂമയെ വെടിയടക്കാത്ത കമറെ ശരിന്റെ പട്ടുമാലിൽ കുട്ടിന്റെ മുത്തുകോർത്ത് മദീന മനോഹര ലക്ഷ്യമാക്കി ഞങ്ങളിതാ കടന്നു വരികയാണ്. ഈ പാതകൾ വെറുതെയാവില്ല, ഈ ഈരടികൾ മാഞ്ഞു പോവില്ല. ഈ ദുഃഖാലങ്ങളും താളം പിടിക്കുന്ന വിരൽത്തുമ്പുകളും മധുരം കൊടുക്കുന്ന കൈകളും സന്തോഷം വീക്ഷിക്കുന്ന നയനങ്ങളും ഒന്നും വെറുതെയാവില്ല. 6 മണ്ണിലെ കൂട്ടുകാരൻ അക്ഷരയിലെ ശഫാഅത്തിന്റെ കൗസറിന്റെ നായകൻ അങ്ങയോടുള്ള പ്രണയത്താൽ ഞങ്ങളെ ജന്നത്തിലെ മംഗല്യ പന്തലിലേക്ക് കൈപിടിക്കണേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.